how our film is. Our film is an Indian made Chinese noodles ആണ്. മസാലയൊക്കെ ഉണ്ട്. ഒരു ഹിസ്റ്ററിയിലും എനിക്കൊരു കുരുമുളക് സോഡ കുടിക്കണം അതൊരു ഹിസ്റ്ററിയിലും ഉണ്ടാവില്ല. അതായത് നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അല്ലെ ചെറിയ ചെറിയ സ്ഥലങ്ങളെ ആ സ്ഥലങ്ങളെയൊക്കെ ലൈറ്റപ്പ് ചെയ്യുന്നുണ്ട്. എനിക്ക് നമ്മൾ കണക്ട് ആയ സീൻ ഏറ്റവും കൂടുതൽ 2 പോലീസുകാർ ഒരു സ്ഥലത്ത് നിന്ന് കൊടപിടിച്ചെന്ന് സംസാരിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ നമ്മൾ ചിരിച്ച് കണ്ണിൻ്റെ എഡ്ജ് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. വിഷ്ണു കണ്ണിൻ്റെ ഇങ്ങനത്തെയൊക്കെ ചെറിയ മൂവ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയൊക്കെ തിരിച്ചു പോയി. വിഷ്ണു ചെയ്യുന്ന 100%-ന് ഒരു 220-300% മ്യൂസിക് പുഷ് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലത്ത് ഇയാളൊന്നും ചെയ്യണ്ട. അപ്പം ഞാൻ എഡിറ്റ് ചെയ്യുമ്പം വിഷ്ണുവിൻ്റെ എക്സ്ട്രാ പെർഫോമൻസുകളുടെ സ്ഥലങ്ങൾ ചിലതൊക്കെ വേണ്ടെന്ന് വെച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ റൈറ്റിങ്ങിൽ എവിടെയും ഈ കൃഷാന്ത് ഈ പറയുന്ന ഫിലിം അല്ലെങ്കിൽ ടെക്സ്റ്റ് ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ള നോളജില്ലേ, ഈ നോളജിന്റെ ഒരു ഇൻഫർമേഷൻ ബാഗേജ് ഈ ക്യാരക്ടറിൽ എങ്ങും വരില്ല. സോ ഗുഡ്. അതായത് ഈ കുമ്പളങ്ങയൊക്കെ എഴുതിയ ശ്യാമേട്ടൻ്റെ കൂടെ ആണോ ഞാനിപ്പോ കുട്ടേട്ടൻ്റെ ഓടൊപ്പം മറ്റേ തോക്ക് ചൂണ്ടുന്ന ആ സീൻ ചെയ്യാൻ നേരത്ത് അതിനു മുമ്പ് എടാ നീ തോക്ക് കുറച്ച് ഇങ്ങനെ പൊക്കിപ്പിടി അതെ അങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് ഇത്രയും സീനിയർ ആക്ടേഴ്സ്. ദ ക്യൂ ഷോ ടൈമിൽ വിഷ്ണു അഗസ്ത്യ, കൃഷാന്ത്, വെൽക്കം. നമസ്കാരം. ഈ സംഘർഷഘടന കണ്ടു കഴിയുമ്പോൾ ആദ്യം കിക്ക് ചെയ്യുന്നത് ഈ ഫോർമുല ഇല്ലാതെ സിനിമ പിടിക്കുക എന്നുള്ളതാണ്. പക്ഷെ എന്നാൽ അതിൽ ഫോർമുലയുണ്ട്. പക്ഷേ വിഷ്വലി ഫസ്റ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിതിൽ എന്ത് ഫോളോ ചെയ്യണം, ഇതിനൊരു സ്ട്രക്ചർ ഉണ്ടോ, ഫോർമുല ഉണ്ടോ, ഫോർമാറ്റ് ഉണ്ടോ, ഇതൊക്കെ ചർച്ചകളിൽ വരുന്നുണ്ട്. എന്നാൽ ആർക്കും ഇതിൽ ആദ്യം പിടികിട്ടുന്നില്ല. എന്നുള്ളൊരു പോയിന്റിൽ രണ്ടാം പകുതിയിൽ ഒരു പോർഷനിൽ നമ്മൾ എല്ലാത്തിനും കൂടെ ഹുക്കാവുന്നുണ്ട്, എല്ലാത്തിനും കണക്ട് ചെയ്യുന്ന എലമെന്റ് വരുന്നുണ്ട്. സിനിമയുടെ ഫസ്റ്റ് ഐഡിയ സ്ട്രക്ചറിങ്, ഇതിൻ്റെ ഒരു ഫോർമേഷൻ, അതെങ്ങനെയായിരുന്നു? ഇത് എന്നുവെച്ചാൽ നമ്മൾ ആ ബുക്കിൻ്റെ അഡാപ്റ്റേഷൻ തന്നെയാണ്. അപ്പം ഒരു കഥയല്ല, കഥയിലോട്ട് ബുക്കിനെ അഡാപ്റ്റ് ചെയ്തേക്കുന്നതല്ല, ബുക്കിലോട്ട് അതിന് ചേർന്നൊരു കഥ അഡാപ്റ്റ് ചെയ്തേക്കുന്നതാണ്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഒരു ലാസ്റ്റ് 30 minutes ഒക്കെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഓഡിയൻസ് തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ അവർ ഒരു സിനിമയും കൊണ്ടാണ് പോവേണ്ടത്. അപ്പോൾ ടേക്ക് അവേ ഒരു അവരുടെ മൈൻഡിൽ ഒരു ഇമോഷൻ വേണം. അപ്പം ബേസിക്കലി ഒരു വാറിനെ ഒക്കെ നമ്മൾ കുറിച്ച് സംസാരിക്കുന്ന ഒരു സിനിമയിൽ ഇറങ്ങി പോകുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ഹാപ്പിനെസ്സിലോ ഭയങ്കര കൂളായിട്ടോ, ഇപ്പോൾ പുരുഷപ്രേതമൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും യു ഫീൽ ഹാപ്പി ആൻഡ് കൂൾ, അല്ലെങ്കിൽ ആവാസവും കണ്ടു കഴിയുമ്പോഴത്തേക്കും ഓവറോൾ ഉണ്ടാവും. അങ്ങനെ അല്ലാതെ ദർ ഷുഡ് ബി എ ബിറ്റ് ഓഫ് സോറോ അല്ലെ എന്ന് പറയാൻ എന്തോ ഒരു നഷ്ടബോധത്തിന്റെ വെയിറ്റ് ഒക്കെ. അപ്പം അതിനു വേണ്ടി ആ സീക്വൻസ് ഒക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ എല്ലാം മാച്ച് ചെയ്ത് വന്നു. ഇപ്പോൾ വിഷ്ണുവിനെ കാസ്റ്റ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു സിനിമയിലെ ആദ്യത്തെ ഒരുപാട് നേരവും വിഷ്ണു വന്നു പോകുന്ന പെർഫോമൻസ് ഡ്രോപ്പ് ചെയ്ത് പോകുന്ന ഒരാളാണ്. ഈ പറയുന്ന പെർട്ടിക്കുലർ സീക്വൻസിൽ എത്തുമ്പോൾ അവിടെ ഒരു ആക്ടർ കിട്ടുന്ന ബെസ്റ്റ് സ്പേസ് ആണ്, അവിടെ പെർഫോം ചെയ്യാനുണ്ട്. ഇതിൽ കാണുന്നവരെ ഹുക്ക് ചെയ്യാം. ഈ പറഞ്ഞ വെയിറ്റ് കിട്ടാനായിട്ട് അത് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളുമാണ്. ഈ വിഷ്ണു ഇതിന്റെ പാർട്ടാവുന്നത് വിഷ്ണുവിന് കിട്ടുന്ന ഫീഡ് പെർഫോമൻസ് എങ്ങനെയാണ്? ഞാൻ ശരിക്കും ആ വിൻഡോയിൽ എനിക്ക് വർക്കൊന്നുമില്ല. ഞാൻ എന്തായാലും പടച്ചേട്ടൻ നമ്മുടെ സനുപട വീടിനാണ് അതിൻ്റെ സെൻട്രൽ പ്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ കൃഷാന്ത് ബ്രോവിനെ നമുക്ക് അസിസ്റ്റ് ചെയ്യാം. അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഒരുപാട് തവണ സനു പറഞ്ഞിട്ട് ഞങ്ങൾ പരിചയപ്പെടുന്നതിനൊക്കെ മുമ്പ് ആവാസവ്യൂഹം നമ്മുടെ കൊച്ചിയിൽ IFFK റീജിയണൽ IFFK വന്ന് ഞാൻ കണ്ട് ബ്ലോൺ ഔട്ട് ആയതാണ് അന്ന്. അപ്പൊ പടയത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ ഷിൻസ് ബ്രോ, ബാക്കി നമുക്ക് പരിചയമുള്ള മിക്കവാറുള്ളവർ ആളുകളെല്ലാം ഇദ്ദേഹത്തോട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹത്തെ പറ്റി എന്നോടും എന്നെ പറ്റി ഇദ്ദേഹത്തോട് ഭയങ്കര ക്യാൻവാസിംഗ് ആണ്. രണ്ടുപേരെ മീറ്റ് ചെയ്യിപ്പിക്കാൻ ഷിൻസേണനൊക്കെ ഒരുപാട്. അപ്പോ അങ്ങനെ അപ്പൊ ഞാൻ വിചാരിച്ചു അസിസ്റ്റ് ചെയ്യാം. പിന്നെ എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് ആർട്ട് ഓഫ് വാർ എന്ന് പറയുന്ന ബുക്ക് ഇപ്പൊ നമുക്ക് എല്ലാ സോണിലും ഇപ്പൊ കോർപ്പറേറ്റ് സ്ട്രാറ്റജി എല്ലാ സ്ഥലങ്ങളിലും ഇതിപ്പം റോബർട്ട് ഗ്രീൻ്റെ ഒക്കെ എല്ലാ ബുക്സിന്റെയും റെഫറൻസുകളിൽ ഒന്ന് ആർട്ട് ഓഫ് വാർ ആയിട്ട് പറയും. ഇപ്പൊ ലോസ് ഓഫ് ഹ്യൂമൻ നേച്ചർ എന്നൊക്കെ പറയുന്ന ബുക്സിന്റെ ഒക്കെ സ്ഥലങ്ങളിൽ. അപ്പൊ ആ സ്ഥലത്തെ എല്ലാം കുറച്ചുകൂടെ അക്കാഡമിക്കലി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫിലിം മേക്കർ ക്രിയേറ്റീവ്ലി ഇതെങ്ങനെയായിരിക്കും കാണുന്നത് ആ ബുക്കിന്റെ സ്ഥലങ്ങൾ. അപ്പോൾ
എനിക്കിതിൽ അതിൻ്റെ റൈറ്റിങ്ങിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ വെരി ഹ്യൂമെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങൾ. അതായത് ഇവിടെ നമ്മൾ 2 കൺട്രി ആയിട്ടോ 2 രാജാക്കന്മാരായിട്ടോ ആരായിട്ട് പ്ലേസ് ചെയ്താലും ഫൈനലി അതിന്റെ വാർ സോണിലേക്കോ അല്ലെങ്കിൽ ഡെത്ത് കുറച്ച് അടുത്തെത്തി എന്നൊക്കെ തോന്നുമ്പം മനുഷ്യർ കാണിക്കാൻ സാധ്യതയുള്ള സാധനങ്ങൾ. അതായത് ഒരിക്കലും ഒരു രാജാവ് നമുക്ക് ഒരു ഹിസ്റ്ററിയിലും എനിക്കൊരു കുരുമുളക് സോഡ കുടിക്കണം എന്ന് അതൊരു ഹിസ്റ്ററിയിലും ഉണ്ടാവില്ല. അതായത് നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ അല്ലെ ചെറിയ ചെറിയ ആ സ്ഥലങ്ങളെയൊക്കെ ലൈറ്റപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നത്തെ കാലത്ത് അങ്ങനത്തെ ഒരു ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള, എല്ലാരും കണ്ടാൽ പേടിക്കുന്ന, അല്ലെങ്കിൽ ഭയങ്കര ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പവർ ഫീൽ ചെയ്യുന്ന, ഒരുപാട് ആരാധകരുള്ള ഒരു മനുഷ്യൻ ഇൻഷുറൻസ് കിട്ടാൻ എന്തെങ്കിലും സാധ്യത ഉണ്ടോ ഒരു സ്ഥലമില്ല. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാൽ ഔട്ട് ഓഫ് വാറിന്റെ ബാക്കിയുള്ള എല്ലാ സ്ട്രാറ്റജിയെയും പല രീതിയിൽ നോക്കുമ്പോഴും അതിനെ ഫിലിം മേക്കർ കളിയാക്കുന്നുണ്ട് പ്രോപ്പർ ആയിട്ട്. പരിപാടി ഉണ്ട്. അപ്പൊ നമുക്ക് ഒരേ സമയം എന്റെ അഭിപ്രായത്തില് ഇതില് വാറില് എല്ലാ കാലത്തും ഇതിന്റെ എന്താ പറയുന്നത് അതിന്റെ വെയിറ്റേജ് എല്ലാം നിൽക്കുമ്പോഴും ബാധിക്കപ്പെടുന്നവരുടെ സ്ഥലങ്ങളിൽ അതിലെ സോറോ എല്ലാം നിലനിൽക്കുമ്പോഴും ഭയങ്കര കോർ റീസണിലേക്കൊക്കെ പോയാൽ കോമഡി ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ഭയങ്കര കുഞ്ഞു കാര്യത്തില് എന്നിട്ട് ഭയങ്കര അച്ചീവ്മെന്റ് ആയിട്ട് ആ കുഞ്ഞു കാര്യത്തിന്റെ മുകളിലെ ഈഗോയാണ് ഈ സാറ്റിസ്ഫൈ. അപ്പൊ അതിനെയൊക്കെ ഫിലിം മേക്കർ ആ ആംഗിളിൽ നോക്കിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് റൈറ്റിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുവെച്ചാൽ ഞാൻ ഒരു ഡ്രാഫ്റ്റിംഗ് കൊണ്ടുപോയിട്ട് ഞാനും പടച്ചേട്ടനും വിഷ്ണുവും പിന്നെ ആരുണ്ടായിരുന്നു ആ റൂമിൽ അന്ന് ബാഹുലേനുണ്ടായിരുന്നു. ബാഹുലേൻ ഇതിൽ പോലീസ് അപ്പോൾ എന്നിട്ട് നമ്മളിരുന്ന് ബൗൺസ് ചെയ്ത് കുറെ സില്ലി സീൻസ് ഒക്കെ കൊണ്ടുവന്നു. എനിക്ക് നമ്മൾ കണക്ട് ആയ സീൻ ഏറ്റവും കൂടുതൽ 2 പോലീസുകാർ ഒരു സ്ഥലത്ത് നിന്ന് കൊടപിടിച്ച് സംസാരിക്കുന്നത്. അത് പറഞ്ഞപ്പോൾ നമ്മൾ ചിരിച്ചു. പ്രീമിയറിനും തിയേറ്ററിലും അവിടെ ഭയങ്കര അപ്പൊ അത് ചിരിച്ചപ്പോഴത്തേക്കും എനിക്കൊന്ന് വിഷ്ണുവിന് ഇതിന്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോയിന്റ് പറയുന്ന ഒരു സിനിമയല്ല. അതായത് എല്ലാ ഡയലോഗും എവിടെയെങ്കിലും ഇതിനൊരു ഒരു ഹെമിംഗ് ബേസ് ഗണ്ണായിട്ട് തിരിച്ചു വരുന്ന പരിപാടിയല്ല. ചുമ്മാ ഇരുന്ന് കുരുമുളക് സോഡയെ കുറിച്ച് സംസാരിക്കും. അപ്പൊ എനിക്ക് ആ സ്ഥലങ്ങളിൽ ഇത് എങ്ങനെയൊക്കെ നമ്മൾ വലിയൊരു പുസ്തകം എടുക്കുന്നു, അത്ര കാലത്തെ വീണ്ടും 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 ആ ബുക്കിലേക്ക് ക്ലാസിക് ആയിട്ട് നിൽക്കുന്ന ഒരു ബുക്കിലേക്ക് പലതരം നോട്ടങ്ങൾ വന്നിട്ടുണ്ട്. അത് ഒരു ഫിലിം മേക്കർ ഇവിടുത്തെ കുറെ ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ആ ബുക്കിനെ എങ്ങനെ നോക്കുന്നു എന്നുള്ളത് ഭയങ്കര ഇത് ഇപ്പം ആർട്ട് ഓഫ് വാർ എന്ന് പറയുന്ന സംഭവത്തെ നമ്മൾ വാറിനെ ഭയങ്കര എന്താ അതിന്റെ തന്ത്രങ്ങളെ മാത്രം ബേസ് ചെയ്ത് അങ്ങനെ വേണമെങ്കിൽ എക്സൈറ്റ് ചെയ്യിക്കാം. ഞാൻ പറഞ്ഞ എന്റർടൈൻമെന്റ് മാത്രമാവട്ടെ, ഏതൊക്കെ തരത്തിൽ എന്റർടൈൻ ചെയ്യാം. അപ്പൊ ആ സ്ഥലങ്ങളിൽ ഭയങ്കര ഹ്യൂമൈൻ ആയിട്ടുള്ള നോട്ടം അല്ലെങ്കിൽ ആ സില്ലി കാര്യങ്ങളിലെ സ്ഥലങ്ങളൊക്കെ വർക്കായി. എന്നിട്ട് നമ്മൾ ഹോൾ പരിപാടി പറഞ്ഞ് ലാസ്റ്റ് പോർഷനൊക്കെ വന്നപ്പോൾ നമ്മളും ഈ സബ്ജക്റ്റുമായിട്ടും ഭയങ്കര കണക്ട് ആയി. നമ്മൾ പലതും ഇങ്ങനെ ബൗൺസ് ബാക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ഞാനാണ് കാസ്റ്റിംഗ് ഇത് ഇന്നാള് ചെയ്യണം ഓരോ ആൾക്കാരെ. എന്നിട്ട് എനിക്ക് കുഞ്ഞിനെ ആരെയാ പറഞ്ഞു നിങ്ങള്? അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ഇത് താൻ ചെയ്യുവാണെങ്കിൽ എനിക്ക് സന്തോഷമാകുമെന്ന് പറഞ്ഞു. ഞാൻ എനിക്കിതില് വർക്ക് ചെയ്യണം, അതിന് എങ്ങനെ വേണേലും വർക്ക് ചെയ്യാൻ. പിന്നെ ലാസ്റ്റ് പോർഷൻ ഒരു ഏരിയ ഒരിക്കലും ഞാൻ പ്ലേ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ഏരിയ പ്ലേ ചെയ്ത്, അതായത് നമ്മൾ ഇപ്പൊ ഏതെങ്കിലും ഒരു ആക്ടറിന് എനിക്ക് അത് ചെയ്യാൻ പറ്റും ഇത് ചെയ്യാൻ പറ്റും എന്നൊക്കെ അങ്ങനെ വിചാരിക്കാനൊന്നും പറ്റില്ല. നമുക്കൊരു എഴുത്ത് സംഭവിച്ച് അങ്ങനെ ഒരു മുഹൂർത്തം അതിൽ വന്ന് ഫിലിം മേക്കർ അത് ക്യാപ്ചർ ചെയ്യാൻ തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പൊക്കെ ആയിരിക്കും നമ്മളത് പ്രോസസ് ചെയ്തിട്ട് ഔട്ട് ചെയ്യുമ്പോൾ ഇത് കറക്റ്റ് വീണെന്നോ അല്ലെങ്കിൽ ഇതിന്റെ അളവോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമുക്ക് ജഡ്ജ്മെന്റ് ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പുതിയൊരു കാര്യം ട്രൈ ചെയ്യാൻ നമുക്ക് അത് മാത്രമേ നമുക്ക് മനസ്സിലാവൂ. അപ്പൊ നമുക്ക് ഭയങ്കര ട്രസ്റ്റ് ഉള്ള ഒരു ഫിലിം മേക്കറിന്റെ അടുത്ത് എന്താ പറയുന്ന ആ ജസ്റ്റ് ഫീഡ്ബാക്കിൽ നമുക്ക് അങ്ങ് റൺ ചെയ്താൽ മതി. അതിൽ വലിയ ആലോചനകളോ ഞാൻ എങ്ങനെ ഉണ്ടാവുന്നൊന്നും ആലോചിക്കേണ്ട കാര്യമില്ല. അത് റീടേക്ക് ഒക്കെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മ്യൂച്വൽ ആയിട്ടാണ് റീടേക്ക് പോകുന്നത്. അത് ഫോർ എ ചേഞ്ച് എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നമ്മൾ വന്നിട്ട് വെച്ചാൽ കണക്ട് ചെയ്യോ എന്നാൽ നമുക്ക് ഒന്ന് നോക്കാം എന്നൊക്കെ ആർട്ടിസ്റ്റ് തന്നെ പറയും. അപ്പോൾ DOP പറയും ഇല്ല ഇത് മതി എന്ന് പറയാം. അപ്പോൾ എനിക്ക് ഓൾ ടുഗദർ ഇവിടെ ഡിസ്റ്റർബിങ്ങും പ്രൈമലുമാണ്. ഇത് രണ്ടുമാണ് എൻ്റെ, ഇത് രണ്ടും കിട്ടിയാൽ മതി. അപ്പം പിന്നെ വീണ്ടും പോയിട്ട് ചിലപ്പോൾ നമ്മൾ ഒരു ടേക്ക് കൂടെ ഒക്കെ എടുക്കുന്നത് വേറെ എന്തെങ്കിലും കണ്ണ് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, കണ്ണിൻ്റെ എഡ്ജ് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. അപ്പം വിഷ്ണു ഈ കണ്ണിൻ്റെ ഇങ്ങനത്തെയൊക്കെ ചെറിയ മൂവ്മെന്റുകളൊക്കെ ചെയ്ത് അപ്പൊ നമ്മൾ അതിനു വേണ്ടിയൊക്കെ തിരിച്ചുപോയി. അത് ഇങ്ങനെ നോക്കിയിട്ട്
ഒന്ന് പക്ഷെ അപ്പം ഭയങ്കര ഒരു കൊളാബറേറ്റീവ് സ്പേസിൽ നമുക്ക് ആ ഇമോഷൻ കിട്ടും. അങ്ങനത്തെ ഒരു സ്പേസ് നമ്മൾ എത്തി. നമ്മൾ സീരീസിലും അങ്ങനത്തെ സ്പേസിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിൽ കുറച്ചുകൂടെ ടെക്സ്റ്റ് എല്ലാവർക്കും ഭയങ്കരമായിട്ട് അറിയാം. അത് ഭയങ്കര ഗുണമാണ്. ടെക്സ്റ്റ് ഭയങ്കരമായിട്ട് അറിയാന്ന് വെച്ചാൽ നമ്മൾ റിഹേഴ്സ് ചെയ്ത് വായിച്ച് ആ ടെക്സ്റ്റ് അറിയാം എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതെന്ന്. അല്ല ഇപ്പൊ ഇതിൽ നോക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സിനിമയിൽ ഗുഡ് ബാഡ് എന്നുള്ളൊരു ആസ്പെക്ട് പറയുന്നില്ലല്ലോ. ഇതിൽ ഈ നറേറ്റീവിൽ ആളുകൾ ഒരു പോയിന്റിൽ ഒരാളാണ് ഗുഡ് എന്ന് വിചാരിക്കുന്നു, നമ്മൾ നേരെ ഉൾട്ടാവുന്ന സിനാരിയോ വരുന്നുണ്ട്. ആളുകൾ തന്നെ ചിലപ്പോൾ മൈൻഡ് സെറ്റ് ചെയ്ത് വെച്ച് ഇയാളുടെ കൂടെ ട്രാവൽ ചെയ്യാം, മറ്റവന് പണി കിട്ടണം നയിക്കുമ്പോഴാണ് ഇവനേക്കാൾ എന്ത് വലിയ മറ്റവനാണ് ഇയാൾ ആളുകളെ ഫ്ലിപ്പ് ചെയ്യുന്നത്. അത് ഞാൻ ചോദിക്കുന്നത് അതിപ്പോ ഒരു മേക്കോ പെർസ്പെക്റ്റീവിൽ അതൊരു ടൂൾ അല്ലേ ശരിക്കും ആളുകളെ ഒന്നുകൂടെ ഒന്ന് പിടിച്ചിരുത്താനായിട്ടുള്ള. അത് ഈ യിങ്-യാങ്ങില് ലൈക്ക് ഗുഡ് ഹാസ് എ ബാഡ് സൈഡ്, ബാഡ് ഹാസ് എ ഗുഡ് സൈഡ്, ഇത് രണ്ടും കൂടെ ഒത്തു വരുന്നതാണ്. അപ്പം സ്ക്രീൻ പ്ലേ അങ്ങനെ തന്നെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡിനെ ഇങ്ങനെ വന്നിട്ട് ഗുഡിന്റെ ബാഡ് സൈഡ് കാണിക്കും, ബാഡിനെ ഇങ്ങനെ വന്നിട്ട് ഗുഡ് സൈഡ് കാണിക്കും. കുഞ്ഞനന്ദന്റെ ബാഡ് സൈഡ് കാണിച്ചിട്ട് അവസാനം നമ്മൾ കുഞ്ഞനന്ദന്റെ ഒരു കോർ ഗുഡ് സൈഡ് കാണിക്കും, സുനിയുടെ ഗുഡ് കാണിച്ചിട്ട് അങ്ങനെ. ഇപ്പം ഈ യിങ്-യാങ്ങിന്റെ ഡിസൈൻ തന്നെയാണ് എടുത്തിട്ടേക്കുന്നത്. പിന്നെ ഇത്ര എഫക്റ്റീവ് ആവുമെന്ന് സ്ക്രീൻ പ്ലേ വായിക്കുമ്പോൾ തോന്നൂല. അത് ഞാനും സ്ക്രീൻ പ്ലേ വായിച്ചപ്പോഴത്തേക്കും ഇത്ര എഫക്റ്റീവ്. അതിന് മ്യൂസിക്കിനൊക്കെ ഒരു ഒരു ഡ്രോൺ മ്യൂസിക് ഇങ്ങനെ വന്നിട്ട് സാഡ് ഡ്രോൺ എന്ന് കൊടുക്കുന്ന സ്ഥലത്ത് നിന്ന് പതുക്കെ ആ ഗ്യാപ്പുകളൊക്കെ ഫിൽ ചെയ്ത് രാജേഷ് നാർവത്തുന്നത് അയാള് ആ മ്യൂസിക്കിന് വെച്ചിട്ട് എക്സാക്ട് ഇമോഷൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം വിഷ്ണു ചെയ്യുന്ന 100%-ന് ഒരു 220-300% മ്യൂസിക് പുഷ് ചെയ്തിട്ടുണ്ട്. ചില സ്ഥലത്ത് ഇയാളൊന്നും ചെയ്യണ്ട. അപ്പം ഞാൻ എഡിറ്റ് ചെയ്യുമ്പം വിഷ്ണുവിൻ്റെ എക്സ്ട്രാ പെർഫോമൻസുകളുടെ സ്ഥലങ്ങൾ ചിലതൊക്കെ വേണ്ടെന്ന് വെച്ചു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാം കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്. കാൺപ്രോയുടെ അവിടേക്ക് കളറിങ്ങിനൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് മ്യൂസിക് സോ ഗുഡ്, അപ്പോൾ ഇച്ചിരി ഒന്ന് കുറയ്ക്കാം എന്നുവെച്ചാൽ സപ്പോർട്ട് മ്യൂസിക് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്തത് സാർ. പിന്നെ അത് മാത്രമല്ല ചില സ്ഥലങ്ങളിലെ മ്യൂസിക് പുള്ളി അവിടുത്തെ പെർഫോമൻസുകളോ വേറെ ആക്ടേഴ്സിന്റെ ഇയാൾ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്, അവിടെ ഇത്ര മതി, അതെ അവിടെ നിർത്തി, അവിടെ മതി ഇത്ര മതി, അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അത് ആളുകൾ എത്തുന്നുണ്ട് അല്ലെങ്കിൽ കിട്ടുന്നുണ്ട് എന്നാ ഡിസിഷൻസ് ഒക്കെ വരികയും ഒക്കെ. എനിക്ക് ഞാൻ ഈ അടുത്തിടയ്ക്ക് നമ്മള് സോ ഒറിജിനൽ ഫീൽ ചെയ്യില്ലേ നമുക്ക്. അങ്ങനെ റെഫറൻസുകളോ ഒന്നും നമുക്ക് എവിടെ നമ്മുടെ ഷെയ്ഡ്സിലേക്ക് ഒന്നും വരാതെ ആ വാച്ചില് എന്നെ ഭയങ്കര ഇതിന്റെ ഈ സൗണ്ട് ഭയങ്കര ക്വാളിറ്റി തോന്നുന്നത്. ഈ പറഞ്ഞ പോലെ ആർട്ട് ഓഫ് വാറിന്റെ മെൻഷൻ വരുന്ന സമയത്ത് ഇതിന്റെ ഒരു ഇന്റർനാഷണൽ ഡിസൈനിലോട്ട് പോകുന്നു. ഈ സുനി കുഞ്ഞിലോട്ട് ഭയങ്കര ലോക്കലൈസ്ഡ് ആയിട്ട് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലോട്ട്. കാരണം ഇപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മ്യൂസിക് വരുന്ന സമയത്ത് ആ ക്യാരക്ടേഴ്സ് സ്ക്രീനിൽ നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സ് അവർ കേൾക്കുന്ന സ്കോർ എന്തായിരിക്കും, അവരുടെ സൗണ്ടിങ് എന്തായിരിക്കും, അവർക്ക് അറിയുന്ന സൗണ്ട് എന്തായിരിക്കും, ഇതിലാണ് എപ്പോഴും ബിൽഡ് ചെയ്തുകൊണ്ടിരുന്നത്. ആ തരത്തില് ഇന്റർനാഷണൽ ടു ലോക്കൽ എന്നുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് സൗണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ബ്രോഡിലൂടെ വർക്ക് ചെയ്യുമ്പോൾ ആകെയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതിന്റെ റൈറ്റിങ്ങിൽ എവിടെയും ഈ കൃഷാന്ത് ഈ പറയുന്ന ഫിലിം അല്ലെങ്കിൽ ടെക്സ്റ്റ് ഈ സ്ഥലങ്ങളിലൊക്കെ ഉള്ള നോളജില്ലേ, ഈ നോളജിന്റെ ഒരു ഇൻഫർമേഷൻ ബാഗേജ് ഈ ക്യാരക്ടറിൽ എങ്ങും വരൂല. വിച്ച് ഇസ് സോ ഗുഡ്. അതായത് ഇയാളിപ്പോ ഇങ്ങനത്തെ ഒക്കെ ഒരു ജീവിതവും ഈ ഒരു പരിസരം ആണെങ്കിൽ ആ പരിസരത്തിൽ നിന്നിട്ടേ വാചകം വരും. അതിൽ നിന്ന് ഒരു അഡീഷണൽ നമ്മുടെ ഒരു ഇന്റലിജൻസ് കൂടി ഇരുന്നോട്ടെ ഇല്ല. സോ ഗുഡ്. അത് ബേസിക്കലി എനിക്ക് ഭയങ്കര ക്രിഞ്ചടിക്കുന്ന സാധനമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ചില ആർട്ടിസ്റ്റുകൾ മറ്റേ ഗബ്രിയൽ ഗാർസിയ മാർക്കസിനൊക്കെ എവിടെയെങ്കിലും ഒക്കെ കുറച്ചൊരു പാരഗ്രാഫ് ഒക്കെ വായിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് നമ്മുടെ കഥാപാത്രം വന്നിട്ട് മാർക്കസ് പറഞ്ഞതുപോലെ കോളറക്കാലത്ത് എന്നൊക്കെ പറഞ്ഞാൽ അപ്പം നമുക്ക് എൻ്റെ വീട്ടുകാർക്ക് ഇതിനെക്കുറിച്ച് അറിയത്തൊന്നുമില്ല. അപ്പൊ പിന്നെ അവർ വിചാരിക്കും അയ്യോ നമുക്ക് ഇതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അപ്പൊ എന്തോ ഇത് നമ്മുടെ ഒരു 90s to 2010 ഒക്കെ വരെയുള്ള എല്ലാ സിനിമയിലും ഭയങ്കര റെഫറൻഷ്യലായിട്ട് വരുന്നതാണ്. ഇത് ഭയങ്കര കൂറാണ്. പേജ് കണക്കിയ ഡയലോഗുകള് ഇതെല്ലാം പാർട്ടേ വരും. അല്ല ഞാൻ പറഞ്ഞ ലൈൻസിനേക്കാളും കൂടുതൽ നമുക്ക് അതെ അത് ആവശ്യമില്ലാന്ന് തോന്നും. പിന്നെ അറിയാണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ഇത് ചോർന്നു പോകുന്നുള്ള എനിക്ക് തോന്നുന്നു. എല്ലാരും ബോധപൂർവ്വം കുറച്ചും കൂടെ ബുദ്ധി ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് പറയുന്നതായിരിക്കത്തില്ല. പക്ഷെ ഈ എഴുത്തിന്റെ ഇടയിൽ ഞാൻ റാൽഫിന് വേണ്ടി എഴുതുമ്പോ വിഷ്ണുവിന്റെ ചില സാധനങ്ങൾ ചോർന്ന് ഇതിനകത്ത് വീഴുന്ന എന്നിട്ട് നിങ്ങളെ കൊണ്ടത് പറയിക്കും. പക്ഷെ ഞാൻ കാണുമ്പോ എനിക്ക് റാൽഫ് അല്ലാതെ മനസ്സിലാവും.
ഡൺ റൈറ്റ് ഒക്കെ ഉണ്ട്. വെംബ്ലി സ്റ്റേഡിയം, ഏൾ പീറ്റേഴ്സ് ഗിറ്റാർ, അതൊക്കെ ഡൺ റൈറ്റ് ആണ്. ഇത് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ ഈ ചില സ്ഥലങ്ങളിലെ ഹ്യൂമർ ഭയങ്കര വർക്കാണല്ലോ തിയേറ്ററില്. അതിൽ ഷിൻസേട്ടന്റെ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റ്, ഞങ്ങൾ ഒരു ലേറ്റ് ആയി എന്ന് പറയുന്നത് അന്നാ വാച്ചിന് ഏറ്റവും റെസ്പോൺസ് വന്ന. പിന്നെ അതുപോലെ നിങ്ങൾ കടൽ തീരത്തിരുന്നിട്ടുള്ള മോൻവിളി, ഹ്യൂമർ പ്ലേസ് ചെയ്യുന്നതിലേ ഇതിലൊരു ജഡ്ജ്മെന്റ് ഉണ്ടാവല്ലോ. ഇത് വർക്കാവുന്നതാണോ വർക്കാവുന്നതല്ലേ, അത് നിങ്ങളെപ്പോൾ എൻജോയ് ചെയ്യുന്നതാണോ, അതിനപ്പുറത്തേക്ക് ഒരു പോസ്റ്റ് ആലോചന ഉണ്ടോ? ആളുകൾ ഇത്രയും വലിയ ക്രൗഡ് ഇതിൽ വർക്കാവും, ചിരിക്കും? ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ ഭയങ്കര ഹിലേറിയസ് ജോക്സ് ഇല്ല. ഇപ്പൊ വിഷ്ണു ആണെങ്കിലും ശ്രീനാഥ് ആണെങ്കിലും ഈവൻ ഷിൻസേട്ടനാണെങ്കിലും ഒക്കെ ഇവർക്ക് ഭയങ്കര ഫണ്ണി ആയിട്ട് ചിരിപ്പിക്കാൻ പറ്റും, ഭയങ്കരമായിട്ട് പറ്റും. നമ്മളത് സീരീസിൽ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് ഒരു ജോക്കിന്റെ ഏരിയ കിടക്കുന്നത് വർക്ക് ചെയ്ത് അവിടെ ചിരി. പക്ഷേ ഇത് ഒരു ആന്റി വാർ ഫിലിം ഒക്കെയാണ്. ഇവിടെ അങ്ങ് പൊട്ടിച്ചിരിക്കണ്ട എന്നുള്ളൊരു തീരുമാനം ഉണ്ടായിരുന്നു. പക്ഷെ ഷിൻസേന്റെ ആ ഡയലോഗ് പൊട്ടിച്ചിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാം വിട്ട് ഭയങ്കര സമാധാനത്തിലേക്ക് അത് ആക്ച്വലി എനിക്കൊരു എക്സ്പീരിയൻസ് ചെയ്താണ്. എന്ന് വെച്ചാൽ മൂന്നാറിൽ ഞാനും വിജയും കൊച്ചിറക്കനും കൂടെ മൂന്നാറിൽ പോയിട്ട് ഒരു കടയിൽ ചെന്ന് സാധനം കൊടുത്തിട്ട് പൈസ കൊടുത്തപ്പോഴേ പറഞ്ഞു, അയ്യോ മക്കളെ ചില്ലറ തീർന്നു പോയി, കുറച്ച് മുമ്പേ വന്നെങ്കിൽ കിട്ടിയായിരുന്നു. ഞാൻ എന്നാൽ പോയിട്ട് കുറച്ച് മുമ്പ് വരാൻ. എന്റെ തെറ്റാണ്, കുറച്ച് നേരത്തെ. അപ്പൊ ഇത് വിഷ്ണു പറഞ്ഞപ്പോഴാണ് നമ്മള് അപ്പൊ ഇതേപോലത്തെ ജോക്സുകളുണ്ടല്ലോ. എന്ന് വെച്ചാൽ പിന്നെ ഈ കൗണ്ടർ തമാശകളുണ്ട്, സ്ലാപ്സ്റ്റിക് ഉണ്ട്, പിന്നെ ഭാഷ തമാശയുണ്ട്, പിന്നെ ഇതൊന്നും അല്ലാതെ ജക്സ്റ്റപോസ് ചെയ്യുമ്പോഴുള്ള ജോക്സ് ഉണ്ട്. ഇപ്പൊ വാർ ഫിലിമിലൊക്കെ ജക്സ്റ്റപോസ് ചെയ്യുമ്പോഴുള്ള ജോക്സ് വന്നാൽ തന്നെ ഒരു ചിരി കിട്ടും. അപ്പൊ ജക്സ്റ്റപോസ് ജോക്സ് ഒരുപാടുണ്ട്. എന്നാ ഇവരുടെ നിങ്ങളുടെ മറ്റേ തെരുവിളി ജോക്ക് ഉണ്ടല്ലോ നാട്ടില് എരുമേലിയില്, അതുപോലെ തന്നെ ഈ CCTV ഫണ്ടും ഭയങ്കര വർക്കായിരുന്നു. ഏറ്റവും ക്രൈസിസ് പോയിന്റിൽ പ്രാന്ത് പിടിച്ച് നിൽക്കുമ്പോ അങ്ങനെ ഇപ്പൊ ഇവിടെ CCTV ഉണ്ടല്ലോ പറയുന്നത് ആളുകൾ കൂളാവുന്നുണ്ടല്ലോ. അതിനൊപ്പം തന്നെ എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ഉണ്ട് എല്ലാ ജോക്കിലും, ഒരു ക്യാരക്ടർ ഡെവലപ്മെന്റ് ഇൻഫർമേഷൻ കൊണ്ട്. അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഇൻഫർമേഷൻ റെഡി അല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ ചില സിനിമകൾക്ക് CBIയുടെ ഒക്കെ ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ആൾക്കാർ വന്നിരുന്നിട്ട് ഈ ഫുൾ സിനിമയുടെ ഇൻഫർമേഷൻ ക്ലിയർ ആയിട്ട് പറയും. അപ്പൊ അതൊരു പഴയ റൈറ്റിംഗ് ആണ്, ഇപ്പൊ അത് വർക്ക് ചെയ്യത്തില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ ഫിലിം മേക്കർ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഒരാളെ കൊല്ലാൻ വേണ്ടി ഒളിച്ചിരിപ്പുണ്ടെന്നുള്ളത് ആരും ലോങ് ഡയലോഗ് ഒന്നും പറയത്തില്ല, ഷോ ഇറ്റ്. അതെ, അതായത് ബഡ്ജറ്റ് കൂടിയപ്പോഴത്തേക്കും അത് കാണിക്കാനുള്ള അവസരം കിട്ടും. എന്തായാലും ഇയാൾക്ക് ഈ നടന് ഇത്രയും പൈസ കൊടുക്കുന്നില്ലേ, അയാളെന്ന് പറയട്ടെ. അപ്പൊ അത് മാറി. അപ്പൊ ഇപ്പം നമുക്ക് അങ്ങനത്തെ ജോക്സുകളൊക്കെ കറക്റ്റ് ലാൻഡ് ചെയ്യും. ഷിൻസേന്റെ ലാൻഡ്, അതുപോലെ തന്നെ മറ്റേ അജിനോമോട്ടോയുടെ ജോക്കൊക്കെ അതൊക്കെ. പിന്നെ എനിക്ക് തോന്നി ആ സമയത്ത് പ്രോപ്പർലി ഇങ്ങനെ ഒരു ഡിസൈൻ ഫിലിം മേക്കർ ഉള്ളപ്പോ തന്നെ അവിടെ ഒരു എഴുത്ത് കൊണ്ടുവച്ചിട്ട് ആ എഴുത്തിലേക്ക് ഭയങ്കരമായി അത് വീഴുന്നില്ലെങ്കിൽ ആക്ടറിനെ വലിച്ചടിപ്പിക്കുകയല്ല, അതല്ല പ്രോസസ്സ്. പിന്നെ അതിന്റെ ലാസ്റ്റ് മൊമെന്റ് വരെ വേറെ ആരെങ്കിലും ഇപ്പൊ എന്താ പറഞ്ഞ എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോ മൂളിയല്ലോ, എന്നിട്ട് എന്താ പറഞ്ഞ അത് ഇങ്ങനെ അത് വെച്ചോ എന്ന് പറയുന്ന അവിടെ ചെറിയ മിനുക്കില്ലേ, ചെറിയ മിനുക്ക് നടക്കും. ആ മാജിക്കിന് ഒരു സ്പേസും തരും ഡിസൈനിൽ മാജിക്. കാരണം ഇവര് ആക്ട് ചെയ്യുമ്പോഴത്തേക്കേ നമ്മൾ ഈ അളന്ന് കുറിച്ച് വെച്ചിട്ട് ഇത് അങ്ങനെ അല്ലല്ലോ, ഇത് സ്കെയിലില്ല. ഇത് അപ്പം ഇപ്പം വിഷ്ണു ഒരു സ്ഥലത്ത് കരയുന്ന സാധനമൊക്കെ ഉണ്ട്. അത് എൻ്റെ മൈൻഡില് അതൊരു 10-15 സെക്കൻഡ്സ് ഒക്കെ ഉള്ളൂ. അപ്പം നമ്മൾ ആദ്യം എടുത്തപ്പോഴത്തേക്കും നമുക്കത് ഒരു 20 സെക്കൻഡ്സിൽ അടിപൊളി സാധനം കിട്ടി. എന്നിട്ട് പക്ഷെ നമുക്കറിയാം അത് വർക്ക് ചെയ്യുന്നില്ലെന്ന്. അപ്പൊ ഇതാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. ചിലപ്പം ഈ സ്പീൽബർഗിനൊക്കെ ഇത് അറിയായിരിക്കും. നമുക്കിത് ഭയങ്കര ക്ലിയർ ആയിട്ട്, പക്ഷെ എന്താണ് വേണ്ടതെന്ന് ചുറ്റുവട്ടം അറിയാം. എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാം ഫേക്കാണ്, ഡയറക്ടേഴ്സ് എല്ലാം കാണിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുവിധമൊക്കെ ഇത് അറിയായിരിക്കും, ലാംഗ്വേജിന്റെ കമ്മ്യൂണിക്കേഷനും മൂഡും ഒക്കെ അറിയായിരിക്കും. പക്ഷെ എക്സാക്ട്ലി ഈ മാജിക് സംഭവിക്കും. കാരണം ആക്ടേഴ്സ് അല്ലേ, ആക്ടേഴ്സിന് ചിലപ്പം കൈ ഇങ്ങനെ മറക്കണമെന്നൊക്കെ തോന്നുന്നത് അത് അവരും ഭയങ്കര പ്ലാൻഡ് ആണെങ്കിലും എവിടെയൊക്കെയോ അതങ്ങ് മാറും. അപ്പൊ അതിന് റൂം കൊടുത്തേ പറ്റൂ. അത് സിനിമയുടെ ഒരു മാജിക് ആണ്. അതുകൊണ്ടാണ് ഇത് ആക്ടേഴ്സ് മീഡിയവും കൂടെ ആവുന്നത്. അതുകൊണ്ടാണ് ഈ ഒക്കെ വന്നാലും സ്റ്റിൽ ആക്ടേഴ്സ് റിലവന്റ് ആവും എന്ന് നമുക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ സ്പോണ്ടേനിറ്റി ഉണ്ടല്ലോ, അത് ആൽഗോരിതത്തിൽ കിട്ടാൻ കുറച്ചുകൂടെ കാലം എടുക്കും. കിട്ടും.
അല്ല ഈ ആക്ടേഴ്സ് മാജിക് പറയുമ്പോഴേ എനിക്ക് തോന്നുന്നു ഈ റൈഫിൾ ക്ലബിലെ പ്രത്യേകിച്ച് ഈ വോൾട്ട് പൊട്ടിക്കുന്ന സീക്വൻസ് എനിക്ക് തോന്നുന്നു ആ ട്രെയിലർ വരുമ്പോഴും വിഷ്ണുവിനെ പെട്ടെന്ന് എല്ലാവരും നോട്ട് ചെയ്യുന്നത് ആ സീക്വൻസിൽ വിഷ്ണുവിനെ പ്ലേസ് ചെയ്തിട്ടുള്ളത് ആ ലോ ആംഗിൾ ഷോട്ട് ഭയങ്കര ഹീറോയിക് ആണല്ലോ അവിടെ നിൽക്കുന്നത്. അവിടെ എനിക്ക് തോന്നുന്നു ആ ഒരു പെർട്ടിക്കുലർ പോർഷനിൽ സെക്കൻഡ് ഹാഫിൽ നിന്ന് അങ്ങോട്ടേക്ക് എല്ലാവരും ഹീറോസ് ആണ്. എല്ലാവർക്കും ആ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുണ്ട്. ഈ റൈഫിൾ ക്ലബിന്റെ പാർട്ടാവുന്നു ഈ പറഞ്ഞ പോലെ മൾട്ടി ആക്ടേഴ്സിന്റെ ഒപ്പം നമ്മൾ തന്നെ കുട്ടിക്കാലം തൊട്ട് കണ്ടു വളരുന്ന പല പ്രായത്തിലുള്ള പല ആക്ടേഴ്സ് ഇവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്നതിനൊക്കെ ഒപ്പം സ്ക്രീൻ ടൈമിൽ നിങ്ങൾ എല്ലാവരും കാണുന്നത് ചിലപ്പോൾ അതൊരു FDFS വാച്ച് ആയിരിക്കാം. ആ മൊമെന്റ് ശരിക്കും എങ്ങനെയാ? എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് അതിന്റെ കിക്ക് ഞാൻ ആരോടൊപ്പം അഭിനയിക്കുന്നു എന്നുള്ളതിനേക്കാളും കൂടുതൽ ഇൻവെസ്റ്റ് ഇൻ ഫിലിം മേക്കർ. ഞാൻ എപ്പോഴും ശങ്കറോട് പറയുന്ന ഐ മീൻ നമ്മളെ നല്ലൊരു ഫിലിം മേക്കർ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ വിളിക്കുന്നു. അതിന്റെ റൈറ്റർഷിപ്പിൽ ഇപ്പം ശ്യാമേട്ടനുണ്ട്, ദിലീഷേട്ടനുണ്ട്, സുഹാസ് ഉണ്ട്. അപ്പോൾ ആ ഫിലിം മേക്കർ ഒരു ക്യാരക്ടർ പ്ലേ ചെയ്യാൻ വിളിക്കുന്നു. ഇവർ എഴുതിയിരിക്കുന്ന ഒരു സന്ദർഭം നമ്മൾ ഇമോട്ട് ചെയ്യണം. ഇമോട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെക്സ് ബ്രോ അത് സ്കോർ ചെയ്യും. ഇതിൽ കൂടുതൽ ഒരു ആക്ടർക്ക് ബാക്കിയൊക്കെ ബോണസ് ആണ്. അതിനകത്ത് ഇതെല്ലാം എല്ലാ ഏരിയസിലും നിൽക്കുന്നത്. അപ്പൊ ആ വണ്ടിയിൽ കയറി ഇരുന്നാൽ മതി. നമ്മള് ഗിയർ ഇടാനോ വണ്ടി ഓടിക്കാനോ ഒന്നും നിൽക്കണ്ട. വെറുതെ ഇരുന്നാല് ഈ വണ്ടി അവിടെ എത്തിക്കോളും. അപ്പൊ പക്ഷെ ബാക്കി പറഞ്ഞ പോലെ ഇതേപോലെ സീനിയർ ആക്ടേഴ്സ് എന്നോടൊപ്പം ഒക്കെ വർക്ക് ചെയ്തു. ആ വർക്കിംഗ് സ്പേസ് ഭയങ്കര ഡെമോക്രാറ്റിക് ആയിരുന്നു. ഐ മീൻ പുതിയത് പഴയത് അല്ലെങ്കിൽ പുതിയൊരു ആക്ടർക്ക് ഒരു ഫിലിം മേക്കറോട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനോ ഒരു റൈറ്ററോട്, ഇത്രയും വലിയ ഫിലിംസ് ചെയ്ത റൈറ്റേഴ്സാണ്. ഇങ്ങനത്തെ ആ ഡൈനാമിക്സ് ഒക്കെ അവർ തന്നെ ആ പ്രോസസ്സിന് വേണ്ടി വളരെ കൂളായിട്ട് ഐസ് ബ്രേക്ക് ചെയ്ത് കട്ട് ചെയ്ത് കളയും. നമ്മൾ ഒരു 4-5 ദിവസം കഴിയുമ്പോഴായിരിക്കും നമ്മൾ ഈ കുമ്പളങ്ങയൊക്കെ എഴുതിയ ശ്യാമേട്ടൻ്റെ കൂടെ ആണോ ഞാനിപ്പോ ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വന്നതെന്നൊക്കെ തോന്നും. അപ്പോൾ ഐ മീൻ ആ സ്പേസ് ഭയങ്കര ഗുഡായിരുന്നു മാൻ. പിന്നെ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ഇങ്ങനത്തെ ഒരു കൊമേഴ്ഷ്യൽ സ്പേസിൽ ഒരു 10-20 ക്യാരക്ടേഴ്സിനെ എല്ലാവർക്കും ഹീറോയിക് മൊമെന്റ്സും കൊടുത്ത് എല്ലാവരെയും നമുക്ക് കിട്ടത്തക്ക രീതിയിൽ എഴുതുക വെച്ചാൽ മാജിക് ഓഫ് റൈറ്റിംഗ് ആണ്. ഭയങ്കര ഗുഡ് പീസ് ഓഫ് റൈറ്റിംഗ് ആണ്. എല്ലാ ആക്ടർക്കും അവരുടെ ഹൈ പോയിന്റ് എല്ലാവർക്കും ഹൈ പോയിന്റും ഉണ്ട്. എല്ലാവരും നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാവരും നമ്മുടെ സാധാരണഗതിയിലുള്ള ഒരു പോപ്പുലർ കൾച്ചറിലുള്ള കൊമേഴ്ഷ്യൽ ഫിലിമിന് നമ്മളൊരു നായകനെയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഫോളോ ചെയ്താണ് നമ്മുടെ പരിചയം. അപ്പൊ അതില് ഇത്രയധികം ആക്ടേഴ്സിനെ നമുക്ക് എല്ലാവരെയും കിട്ടുന്നുണ്ട്. ഇവർ ഇങ്ങനത്തെ ഒരു ഹൈ പോയിന്റ് തരുമ്പോ ഇവരിങ്ങനെ ചെയ്യാൻ സാധ്യതയുള്ള ആളാണെന്ന് അതിന് മുമ്പ് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അപ്പൊ അല്ല ഇതില് ഈ റൈറ്റിംഗിന്റെ മാജിക് പറഞ്ഞപ്പോഴേ ഈ കോംബോകൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതില്. അവറാൻ ഗോഡ്ജോ കോംബോ ഉണ്ട്, കുഞ്ഞോള് സിസിലി കോംബോ ഉണ്ട്. അതെല്ലാം കോൺട്രാസ്റ്റ് കോംബോ ആണ്. ഇതിന്റെ ഒരു ക്ലോഷർ പാർട്ടിൽ നിങ്ങളെല്ലാം കോൺട്രാസ്റ്റ് പൊളിയുന്നുണ്ട്. ഈ കോംബോ വർക്ക് ചെയ്യുന്നത് പ്രത്യേകിച്ച് പോത്തന്റെ ഒപ്പുള്ള പെർഫോമൻസ് ടൈം എന്ന് പറയുമ്പോൾ അത്ര തന്നെ കളിയാക്കുന്നു, കുറ്റം പറയുന്നു. അവിടെ നിങ്ങൾ പോയിന്റിൽ ടീം ആവുന്നുണ്ടല്ലോ. അതെ അതെ, എനിക്ക് തോന്നുന്നു ഞാൻ ഐ മീൻ അവിടുത്തെ എല്ലാ ആക്ടേഴ്സുമായിട്ടുള്ള സംഭവത്തില് അവിടുത്തെ ഒരു ഡൈനാമിക്സിൽ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരുടെയും ഐസ് ബ്രേക്കിംഗ് സംഭവിച്ചായിരുന്നു. അപ്പൊ എനിക്കിപ്പം കുട്ടേട്ടൻ്റെ ഓടൊപ്പം മറ്റേ തോക്ക് ചൂണ്ടുന്ന ആ സീൻ ചെയ്യാൻ നേരത്ത് അതിന് മുമ്പ് നീ തോക്ക് കുറച്ച് ഇങ്ങനെ പൊക്കിപ്പിടി അതെ അതെ അങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇത്രയും സീനിയർ ആക്ടേഴ്സ്. അപ്പോൾ ആ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ഇതായി. പിന്നെ ഞാൻ ആദ്യത്തെ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ ചിക്കാരി സംഭവം കൂട്ടരും എങ്ങോട്ടാണ്. ഇപ്പൊ ദിലീഷേട്ടനോട് ഞാൻ ഇപ്പോൾ OBBയിൽ വർക്ക് ചെയ്തതിന്റെ ഒരു സ്വാതന്ത്ര്യം ഇല്ലേ, അതിപ്പോ ആദ്യമേ നേരെ ചെന്ന് ദിലീഷേട്ടനെ ദിലീഷ് പോത്തൻ ഹായ് ഞാൻ വിഷ്ണു എന്ന് പറഞ്ഞ് പരിചയപ്പെടുന്നതിന്റെ അല്ലാതെ ഒരു 10-70 ദിവസം വർക്ക് ചെയ്തതിന്റെ ഒരു സ്ഥലമുണ്ട്. അപ്പൊ നമുക്ക് ഒന്നും പറഞ്ഞില്ലെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു എവിടെയോ ഒരു കൂടെ അഭിനയിച്ചതിന്റെ ഒരു കണക്ട് ഉണ്ട്. അപ്പൊ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഡെഫിനറ്റ്ലി. എനിക്ക് തോന്നുന്നു സൗഹൃദം സംഭവിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ തൊഴിലിലും വർക്കിംഗ് സ്പേസ് ബെറ്റർ ആവും. സിമ്പിൾ, സിനിമയിലൊന്നല്ല സത്യം. ഇപ്പൊ എനിക്ക് തോന്നി സംഘർഷഘടന പറയുമ്പോഴൊക്കെ ആണെങ്കിലും ഈ കൃഷാൻ സിനിമകളിൽ ഈ കൃഷാൻ സിനിമ സമാന്തര സിനിമയാണോ കമേഴ്ഷ്യൽ സിനിമയാണോ? എനിക്ക് തോന്നുന്നത് ഇത് ആവാസവ്യൂഹം മുതൽ ഇങ്ങോട്ടേക്കുള്ള ഡിസ്കഷനിൽ ഈ കൃഷാന്റെ ടെക്സ്റ്റ് ഇന്റർവ്യൂ നോക്കി കഴിഞ്ഞാൽ എല്ലാ IFFKയുടെ ടെക്സ്റ്റ് ഇന്റർവ്യൂ ഉണ്ടാവും. സമാന്തര സിനിമയുടെ കൂടെയാണോ കമേഴ്ഷ്യൽ സിനിമയുടെ കൂടെയാണോ? ഈ ചോദ്യം റിപ്പീറ്റഡ്ലി കേൾക്കുന്നതാണ്. കാരണം ഈ സിനിമകളിലെല്ലാം സമാന്തര സിനിമ എന്ന് പറഞ്ഞാൽ ഫെസ്റ്റിവൽ ഓഡിയൻസിന് വേണ്ടി മാത്രമുള്ള സിനിമയല്ല, കോമൺ ഓഡിയൻസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന, ചിരിക്കുന്ന,
അവർക്ക് ഈ പറയുന്ന ഇമോഷൻ എല്ലാം അവർ കൂടി ഇമോട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സിനിമകളാണ്. ശരിക്കും കൃഷാന്തിന് സിനിമ ചെയ്യുന്നതിൽ ഈ പറഞ്ഞ പോലെ മാർഗരേഖകളിൽ വർക്ക് ചെയ്യുന്ന ആളാണോ? എന്താ ശരിക്കും? അയ്യോ, അങ്ങനെയൊന്നുമല്ല. എൻ്റെ ബേസിക് ആയിട്ട് സംഭവം എന്ന് വെച്ചാൽ ലോഞ്ചിവിറ്റി വേണം സിനിമയ്ക്ക്. ഈ ഒരു വെള്ളിയാഴ്ച ഇറങ്ങിയിട്ട് കുറേ പൈസയൊക്കെ ഉണ്ടാക്കിയിട്ട് പോകുന്നത്, പിന്നെ ആ സിനിമ അങ്ങ് മറന്നു പോകാതിരിക്കണം. പൈസ ഉണ്ടാക്കണം. പക്ഷെ സിനിമ ആരെയൊക്കെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇത് മൂവി ഷുഡ് മേക്ക് മണി. അറ്റ് ദ സെയിം ടൈം ഈ മൂവി നമ്മുടെ ടേസ്റ്റിന് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മൂവി സ്പേസിന് തന്നെ ഈ മൂവി വന്ന് ലാൻഡ് ചെയ്യണം. പിന്നെ ബേസിക്കായിട്ട് എനിക്ക് ഞാൻ സമാന്തര സിനിമയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. ബട്ട് വി സീ ദാറ്റ് ദോസ് മൂവീസ് ഡോണ്ട് മേക്ക് മണി. ദോസ് മൂവീസ് ഡോണ്ട് മേക്ക് മണി എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ എവിടെയോ ഒരു ബിസിനസ് മോഡലില്ല. അപ്പോൾ ആ ബിസിനസ് മോഡൽ കറക്റ്റായിട്ട് നമ്മൾ അങ്ങനത്തെ സിനിമകൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവിടെയും ഒരു മണിയും അതുപോലത്തെ സിനിമകൾ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ വരും. അപ്പോൾ അതും ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഡെലിബറേറ്റ് ആയിട്ട് സമാന്തരം എന്നൊന്നുമില്ല. എനിക്ക് തോന്നുന്നത് നമ്മുടെ ടേസ്റ്റ് ഭയങ്കര ഹൈ ആയതുകൊണ്ടാണ് എൻ്റെത് സമാന്തരം എന്നൊക്കെ തോന്നുന്നത്. നമ്മുടെ ടേസ്റ്റ് ഭയങ്കര പോപ്പായോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 5 സെക്കൻഡിൽ ഐറ്റം ഡാൻസും പിന്നെ ഒരു മിസൈലും പിന്നെ ഒരു ഇതൊക്കെ കിട്ടുന്നുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഒരു 2 പേര് 2 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ ആർട്ട് പടമാണെന്ന് പറഞ്ഞ് സംഘർഷകരുടെ പോലെ വണ്ടി കത്തിച്ചോണ്ടാണല്ലോ നേരെ അങ്ങ് പമ്പ് ചെയ്യുന്നത്. നമ്മളിതുവരെ ഈ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരു പടത്തിൽ ഇത് പ്രതീക്ഷിക്കുന്നില്ല ആരും. അല്ല എനിക്ക് പറഞ്ഞു നമ്മൾ താഴെ പടം കാണുന്ന തിയേറ്ററിൽ കത്തും ഇങ്ങനെ നോക്കുന്നത് ഫസ്റ്റ് ലുക്ക് ആൾക്കാർ കത്തിച്ച് സാധാരണ ഞാനിത് അറ്റൻഷൻ സ്പാൻ ഓഡിയൻസ് കറന്റ്ലി ഉള്ള അറ്റൻഷൻ സ്പാനിനെ ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്നുണ്ട് ഫിലിം മേക്കർ. അപ്പൊ ഇപ്പൊ ആരെങ്കിലും ഒരാൾ എനിക്ക് ഞങ്ങള് ചുമ്മാ നമ്മൾ അന്ന് ജോക്ക് ചെയ്യുമ്പോൾ ഒരാൾ എനിക്ക് സിനിമ വർക്കായില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജെന്യൂൻ ആയിട്ടുള്ള സംഭവം ഞാൻ നിങ്ങളെയും കൂടെ ഉൾപ്പെടുത്തിയാണ് ഈ സിനിമ ചെയ്ത്, അടുത്തോട്ടം നിങ്ങളെയും പിടിക്കാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇത് വേറൊരു പരിപാടിയാന്നുള്ളതല്ല. അല്ലല്ല, അവർക്ക് അവരുടെ അറ്റൻഷൻ സ്പാൻ ചിലപ്പോൾ അവർ മറ്റേ ഒരു റീല് പോലും ഫുള്ള് കണ്ടു തീർക്കാൻ പറ്റാത്ത സ്പാൻ വരും. അത് നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെയുള്ള ആൾക്കാരുടെ നമ്മളൊരു സിനിമ കൊണ്ടുപോകുമ്പോഴത്തേക്കും അവരെയും കൂടെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നല്ലതാണെന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെ ഫ്രെയിം വർക്ക് ഉണ്ടെന്നേ. കാരണം ഈ സിനിമയുടെ ലാംഗ്വേജുകളെല്ലാം ഉണ്ട്, അതായത് ഫിലിം ലാംഗ്വേജുകൾ എല്ലാം ഉണ്ട്. പക്ഷേ അറ്റ് ദ സെയിം ടൈം മലയാളി എസ്തെറ്റിക്സും വേണം. കാരണം നമ്മുടെ ഒരു സിനിമ മറന്നിട്ട് നമ്മൾ കറക്റ്റ് പോയിട്ട് സബ്സ്റ്റൻസിനെ കോപ്പി അടിച്ചുകൂടാ. പ്രശ്നം പറ്റുന്നത് അല്ലെങ്കിൽ നമ്മൾ നേരെ പോയിട്ട് ജോൺ വിക്കിനെ കോപ്പി അടിച്ചുകൂടാ. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടു വളർന്നത് ഭാഷ എന്ന് വെച്ചാൽ ലിറ്ററേച്ചറിൽ നിന്ന് വന്ന സിനിമകളുടെ ലോകത്ത് നിന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ നമുക്കൊരു വിഷ്വൽ കൾച്ചറും ഒരു ദൃശ്യഭാഷ കൾച്ചറൊക്കെ ഉണ്ട്. ഇത് രണ്ടും കൂടെയൊക്കെ മിക്സ് ചെയ്ത് മാത്രമേ നമുക്ക് ടേസ്റ്റ് മാറ്റാൻ പറ്റൂ. എന്നാൽ മാത്രമേ അത് പോപ്പുലർ കൾച്ചറിലോട്ട് ഇച്ചിരി കയറാൻ പറ്റത്തുള്ളൂ എന്നൊക്കെയാണ്. തന്നെയാണ്. അല്ല, ഈ ചോദിക്കാനുള്ളത് ഈ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യം ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പ് പറഞ്ഞല്ലോ. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം കംഫേർട്ട് എന്നുള്ളൊരു പോയിന്റിൽ എത്തുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ച് ആർട്ടും കൂടി ആകുമ്പോൾ സജഷൻസ്, വഴക്കുകൾ, അത് വേണ്ട ഇത് വേണ്ട, ഹെൽത്തി ആയിട്ടുള്ള എല്ലാവർക്കും ബേസിക്കലി ഓരോ തസ്തികയിൽ നിൽക്കുന്ന അവരുടെ ജോലി എന്താണെന്ന് അറിയാം, അവരുടെ ഷൂസ് എന്താണെന്ന് അറിയാം, ക്ലാരിറ്റി ഉണ്ട്. ആ ക്ലാരിറ്റി ഉണ്ട്. നമ്മൾ ചിലപ്പോൾ ഒരു സജഷൻ പറയാം, ബട്ട് ഹിസ് കോൾ, അയാളുടെ കോളാണത്. അപ്പൊ നമ്മളൊരു സജഷൻ പറഞ്ഞു പണ്ട് അതിപ്പോ എടുക്കണം നിർബന്ധമൊന്നുമില്ല. ബട്ട് നമ്മൾ കമ്പൈൻഡ് ആയിട്ട് എനിക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ തോന്നുന്നു, ഓക്കെ പക്ഷെ എനിക്ക് ഇതിൽ തന്നെ യെസ്, ദെൻ നമ്മൾ വർക്ക് ചെയ്യാണ്. അപ്പൊ അഭിപ്രായ വ്യത്യാസവും ഇത് സൗഹൃദത്തിനകത്ത് നിൽക്കുന്നത് എല്ലാം ലൈക്കബിലിറ്റി അല്ല, സൂപ്പർ അതല്ല. അഭിപ്രായ വ്യത്യാസം ഇത് ഇങ്ങനെ കോൺക്രീറ്റ് രണ്ടുപേരും ഒത്ത് പെയിന്റ് ചെയ്യുന്ന ഇതിങ്ങനെ പെയിന്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇവിടെ ഒരു കണ്ണ് വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊരു മുഖം പോലെ ഇരിക്കുന്നു. അപ്പൊ എന്നാ വരച്ച് നോക്കുക എന്ന് പറയും, ചിലപ്പോൾ ഇല്ല അത് വർക്ക് ചെയ്തില്ല, അത് ശരിയല്ല എന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. എന്നിട്ട് ഈ മൊമെന്റ് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇതൊരു ഈഗോ ട്രിപ്പിങ്ങിന്റെ അല്ല. അതെ, ഇവർ കാണുന്നവരും കേൾക്കാൻ ആഗ്രഹിക്കുന്നതായിരിക്കും ഈ പറഞ്ഞ പോലെ. പലയിടത്ത് പ്രശ്നങ്ങൾ ഇതിലാണല്ലോ നിൽക്കുന്നത്. അതെ, ഈഗോ ട്രിപ്പിങ്ങിന്റെ പരിപാടിയേ അല്ല അത്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈഗോ ട്രിപ്പിംഗ് വെച്ച് മാത്രമേ ചില സ്ഥലത്ത് നാരങ്ങ വെള്ളം കിട്ടത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ആർട്ടിസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊക്കെ നാരങ്ങ വെള്ളം കിട്ടി എനിക്ക് കിട്ടണമെങ്കിൽ ഞാൻ ഇച്ചിരി അത് ഭയങ്കര ഹ്യൂമൻ, അവര് ട്രെയിൻഡ് ആയിട്ടുള്ള. പക്ഷെ അവർ ആർട്ടിസ്റ്റ് ഒക്കെയാണ്. അപ്പൊ അവര് സമൂഹമായിട്ട് വേറെ രീതിയിൽ സമൂഹത്തിനെ നോക്കിക്കാണാനുള്ള ഇന്റലിജൻസ് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു റൂമിന്റെ അറ്റ്മോസ്ഫിയർ റീഡ് ചെയ്യാനുള്ള ഇന്റലിജൻസും അവർക്ക് വേണം.
അപ്പൊ ഇവിടെ നാരങ്ങ വെള്ളം കിട്ടണമെങ്കിൽ ഇങ്ങനെയല്ല എന്ന് മനസ്സിലാക്കാനുള്ള ഒരു ലോജിക്ക് വേണം. അപ്പൊ ആ ലോജിക്ക് ഇല്ലാത്ത ആൾക്കാർ വരുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയ്യോ, പിന്നെ അവർക്ക് നാരങ്ങ വെള്ളം കൊടുക്കുന്നതാണ് നമ്മുടെ ജോലി. അയാൾക്ക് കിട്ടിയോ നാരങ്ങ വെള്ളം, പുള്ളി ഉറങ്ങിയോ? പിന്നെ നമുക്ക് മാക്സിമം പുള്ളിയെ വിളിക്കേണ്ട ഒരു കൗണ്ടർ ഷോട്ടല്ലേ അദ്ദേഹം ഇല്ലാതെ എടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വന്നേക്കുന്ന ആക്ട് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ ആക്ട് ചെയ്യാൻ അയാളെ പിടിക്കാൻ നമുക്ക് മടി. പുള്ളി ബുദ്ധിമുട്ടിക്കേണ്ടതൊക്കെ. ഒരു ടാക്സി ഡ്രൈവറിനാണ് നമ്മൾ വിളിച്ചിട്ട് അയാളൊരു ചുണ്ടിക്കാരനാണെങ്കിൽ കുഴപ്പമില്ല, പുള്ളി വരണ്ട, നമ്മൾ ഓടിക്കാം എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ആസ് എ ഫിലിം മേക്കർ ഇഷ്ടം പോലെ ടൂൾസ് ഉണ്ട്. അതായത് നിങ്ങൾ ആസ് എൻ ആക്ടർ നിങ്ങൾ പാളിയാല് നിങ്ങളുടെ കക്ഷത്തെങ്കിലും വെച്ചിങ്ങേര് നമ്മുടെ ലൈൻസ് ഫസ്റ്റ് നമ്മളൊരു മറ്റേ ഒരു കത്തിയിട്ട് കുത്തുന്ന ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അത് വർക്ക് ചെയ്യുന്നില്ല, അത് ഇപ്പോഴും വർക്ക് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മളൊരു 500 കോമൻസ് ഞാൻ ഇങ്ങനെ ഇങ്ങനെ ആക്കട്ടെ, ഇങ്ങനെ ചെയ്യും, ഇങ്ങനെ എന്ന് വെച്ചാൽ പലത് ഒന്ന് തുമ്മിക്കൊണ്ട് ചെയ്യും, ഒന്ന് കുഞ്ഞോട്ട് കുറേ പരിപാടികൾ ചെയ്ത് പാളിയിട്ടുണ്ടല്ലേ എന്നാണ് അങ്ങനെ എന്തോ ഒരു ഡയലോഗ്. ഇഷ്ടം പോലെ അടുത്ത ടൂൾസ് ഉണ്ട്. പിന്നെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സ്ഥലങ്ങളിലേക്കുള്ള അഡമൻസി ഇല്ല. ബേസിക്കലി ഫണ്ണുണ്ട്. ഞാൻ പറഞ്ഞ അപ്പാർട്ട് ഫ്രം ഇപ്പൊ സൗഹൃദമുണ്ട്, ഞാൻ പറഞ്ഞ അപ്പാർട്ട് ഫ്രം ഒരു ഫിലിം മേക്കറോട് വർക്ക് ചെയ്തിട്ട് ആക്ടർഷിപ്പ് ചെയ്യുന്നോണ്ട് പറയാണ് നമുക്ക് വീണ്ടും ഇങ്ങനെ സ്റ്റോറി ടെല്ലിങ് അടുത്ത് ചെയ്യുന്ന സമയത്ത് എങ്ങനെങ്കിലും അതിന്റെ ഒരു പാട്ട് സ്ഥലത്ത് നിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോഷർ ആക്ടർഷിപ്പ് കരിയർഷിപ്പ് അങ്ങനത്തെ സ്ഥലങ്ങളല്ലാതെ ഒരു സ്ഥലം നമ്മൾ എടുക്കുന്നുണ്ട്. ഐ മീൻ ഒരു സന്തോഷം നമ്മൾ ഇത് എടുക്കുന്നുണ്ട്. വെരി കൊളാബറേറ്റ് ആൻഡ് ഫോർ മീ ആൻഡ് ഫോർ അസ് ബേസിക്കലി നമ്മുടെ പ്രോസസ്സ് ഷുഡ് ബി ആസ് ഇൻട്രസ്റ്റിംഗ് ആസ് ദ പ്രോഡക്റ്റ്. അത് നിർബന്ധമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സിനിമ എപ്പോഴെങ്കിലുമൊക്കെ ഭാവിയിൽ കാണുമ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് ചിലപ്പോൾ ആലോചിക്കില്ല. പക്ഷെ ആലോചിക്കുമ്പോഴത്തേക്ക് ഓഫ് ഇത് ഇങ്ങനെ തോന്നരുത്. സത്യം. ഇത് അത് നമുക്ക് ആർട്ട് വർക്കിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, നമ്മൾ കുറേ പൈസയെ കിട്ടിയെന്ന് തോന്നായ ഇങ്ങനെ തോന്നാതിരിക്കാൻ മാക്സിമം ഈ നീഡ് ടു ഹാവ് ഫൺ. അവിടുത്തെ ഹൈറാർക്കീസ് ഉണ്ട്. ഫിലിം മേക്കിംഗ് ഒരു ഹൈറാർക്കിയുടെ പരിപാടിയാണ്. അപ്പോൾ ഈ ഹൈറാർക്കി എന്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹൈറാർക്കിയിൽ ഇമ്പോസ് ചെയ്യുന്നത് ഈ ആർട്ട് ഉണ്ടാക്കുന്ന സമയത്തുള്ള ഹൈറാർക്കിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും കയറി അമ്മയ്ക്ക് വിളിക്കാനുള്ള അധികാരമല്ല ഈ ഹൈറാർക്കി എന്ന് പറയുന്നത്. വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് വിഷനുണ്ട്, അയാൾക്ക് ഈ വിഷൻ അയാളുടെ ബ്രെയിൻ്റെ അകത്താണ്. അയാളത് സ്റ്റോറി ബോർഡ് ചെയ്ത് അല്ലെങ്കിൽ പ്രീവിയസ് ചെയ്ത് അയാൾ ബാക്കിയുള്ളവരെ കണക്ട് ചെയ്യാനുള്ള ശ്രമം നടത്തിയിട്ടില്ല. പക്ഷെ എല്ലാം ബ്രെയിൻ്റെ അകത്തുണ്ട്. അപ്പം ബ്രെയിൻ്റെ അകത്തുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഇനി നൗ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ബ്രെയിൻ്റെ അകത്തുള്ള സാധനങ്ങൾ എങ്ങനെ കൊണ്ടുവരാമെന്നുള്ളൊരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഈ ബ്രെയിൻ്റെ അകത്തുള്ള സാധനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാത്തപ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ നേരെ കയറി അങ്ങ് ശുണ്ഠി അങ്ങ് ദേഷ്യം കാണിക്കും. അപ്പോൾ ഈ ദേഷ്യം കാണിക്കുമ്പോഴുള്ള സംഭവം വെച്ചാൽ ദേഷ്യം കാണിക്കുമ്പോഴത്തേക്കും പിന്നെ ഒരു കൊളാബറേറ്റീവ് സ്പേസ് വരാത്തതുകൊണ്ട് പുള്ളി എന്ത് പറഞ്ഞാലും അതങ്ങ് നടക്കും. പുള്ളിക്കാരി ഭയങ്കര. അപ്പോൾ ഈ ഒരു മെക്കാനിസം പിടിക്കുമ്പോൾ പ്രശ്നം വരുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രോസസ് ബിക്കംസ് റിയലി ഇറിറ്റേറ്റിംഗ് ഫോർ എ ലോട്ട് ഓഫ് പീപ്പിൾ. അതായി ഈ പ്രോഡക്റ്റിൽ പിന്നെ ഈ എന്ത് ഇറിറ്റേറ്റിംഗ് എന്ന് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും നല്ലൊരു എഡിറ്ററും നല്ലൊരു മ്യൂസിക് ഡയറക്ടറും ഒക്കെ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കാണാവുന്ന ഒരു സാധനമാക്കി എടുക്കാൻ പറ്റും. എന്ത് സാധനം അത് സത്യമാണല്ലേ, എത്ര പ്രശ്നക്കാർ. പക്ഷേ നമ്മൾ ആലോചിക്കുമ്പോൾ എല്ലാ കാര്യം ഓരോരുത്തർ വർക്ക് ചെയ്യുന്ന ഡൈനാമിക്സ്, ഇപ്പൊ അവരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർക്ക് അവരുടെ വിഷൻ അപ്ലൈ ചെയ്യാൻ പറ്റാതിരിക്കല്, അങ്ങനത്തെ ഒക്കെ കുറേ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ചിലപ്പോൾ അരഗൻസ് എല്ലാം വന്നാലും അരഗൻസ് വരുമ്പോൾ ഉള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഓരോ സ്പേസിൽ നിൽക്കുന്നവർക്ക് എങ്ങനെയെങ്കിലും വർക്ക് ചെയ്തിട്ട് പോയാൽ മതി എന്നൊരു സിനാരിയോ വരും. രണ്ടാമത്തെ കാര്യം, ഈ സിനിമ തീരേണ്ടത് ഈ ഫിലിം മേക്കറുടെ മാത്രം ആവശ്യമാവും. അല്ല ഇത് യൂണിറ്റി അതിലങ്ങ് പോകും. അതെന്താ ഇപ്പൊ 2 ദിവസം കൂടെ ഉള്ളെന്നാ പറഞ്ഞത്. ഓക്കെ ശരി, കഴിയാറായാലും ആ സംഭവം വരും. ഞാൻ പറയാ ആരും കാണാതെങ്കിലും വരും. കാരണം ഹ്യൂമൻ ആണ്. ഇത് ഒരു ഈ വർക്ക് ചെയ്യുന്ന മനുഷ്യന്മാരാ, വേറൊരു മനുഷ്യന്മാരാ. ഇത് തിയേറ്ററൊക്കെ പോലെ അല്ലെങ്കിൽ ഇതൊരു സ്പോർട്സ് ഒക്കെ പോലെയാണ്. എല്ലാവരും കൂടെ ഒത്ത് കളിക്കുന്ന ഒരു പരിപാടിയാണ്. ക്യാപ്റ്റനൊക്കെ ഉണ്ട്. പക്ഷെ ഇത് മറ്റേ എല്ലാവരും തെറിവിളിച്ചോണ്ട് പിന്നെ ഒരു ഐഡിയ പറയാനൊക്കെ ആൾക്കാർക്ക് പേടിയായി പോകും. DOPക്കൊക്കെ ഭയങ്കര. പിന്നെ ഐ തിങ്ക് ആങ്കർ ഇൻ ആസ് എ ഡയറക്ടർ ഈസ് ഓൺലി ബിക്കോസ് യു കാൺ കമ്മ്യൂണിക്കേറ്റ് പ്രോപ്പർലി. എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിലുള്ള സാധനം ഭാഷയാക്കി ഇമേജ് ആക്കി ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മളെന്താ വെച്ചാൽ ഒരു ദേഷ്യം കാണിക്കും. ഈ ദേഷ്യത്തിനിടെ കുറേ സാധനങ്ങൾ നടക്കും.
എന്നിട്ട് നടക്കും ഇവിടെ വെക്കണം അപ്പോൾ ഇത് നടക്കും. ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും കറക്റ്റ് ഒരു സ്ഥലത്ത് വെക്കും നമ്മുടെ മൈൻഡിലുള്ള അവിടെ ലോക്കി. പിന്നെ അങ്ങനെ അല്ലാതെ എൻ്റെ DOP ക്കൊക്കെ ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് എന്നിട്ട് DOP ആണെങ്കിൽ ക്യാമറ എടുത്ത് വണ്ടിയിൽ നിന്ന് പുറത്ത് വെച്ച് എന്നിട്ട് പുറത്ത് വെച്ചിട്ട് അയാളുടെ അസോസിയേറ്റ് ട്രൈപോഡിൽ അത് ഫിറ്റൊക്കെ ചെയ്തു. അടുത്ത സാധനം എടുത്തോണ്ടിരുന്നപ്പോൾ ഡയറക്ടർ എന്ന് പറഞ്ഞു കറക്റ്റ് ഫ്രെയിമാണ് ഇവിടെ അല്ല ചേട്ടാ ഞാൻ ക്യാമറ വണ്ടിയിൽ നിന്ന് ഇറക്കി വെച്ചേ ഉള്ളൂ മതി ഇതാണ് നല്ലത്. ഇതിന്റെ കാര്യത്തിൽ വരുമ്പോൾ എനിക്ക് തോന്നുന്നു പെട്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കണക്ട് ആവുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ റെഫറൻസുകളാണ്. ഞാൻ ഈ വിഷ്ണു ബൈക്ക് ഓടിച്ചിട്ട് നേരെ ഫോർ ഏഞ്ചൽസിലോട്ട് നമ്മൾ ഒരു ട്രാൻസിഷൻ പോലെ നമ്മൾ നേരെ കണക്ട് ആവാണല്ലോ. ഇൻ ദ മൂഡ് ഫോർ ലവ് വരുന്നുണ്ട്, കുറസവ സിനിമകളുടെ ഈ പലരും ഈ കെട്ടി റെഫറൻസ് കണ്ടിട്ടുണ്ട്, റെഫറൻസിന് വേണ്ടി, ട്രിബ്യൂട്ടിന് വേണ്ടി. പക്ഷെ ഇതിൽ ഈ ഒരു ഓർഗാനിക് ഫ്ലോയില് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ പറഞ്ഞ ട്രാൻസിഷൻ പോലെ നമ്മൾ ഇതിൽ നിന്ന് നേരെ ട്രാവൽ ചെയ്ത് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ഈ അതൊരു ഇനീഷ്യൽ പ്ലാൻ ആയിരുന്നോ, ഓൺ ദ ഗോ പ്രോസസ്സിലുള്ളതാണോ? അല്ല, ഈ ആർട്ട് ഓഫ് വാർ ഇസ് എ ചൈനീസ് ബുക്ക്. അപ്പം ഞാൻ വിചാരിച്ച് ചൈനീസ് ബുക്കിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യുമ്പം എനിക്ക് ചൈനീസുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും, അതായത് എനിക്ക് ചൈനീസ് എന്ന് പറഞ്ഞാൽ അറിയാന്നുള്ളത് വോങ്കർ വായി ചൈനീസ് തന്നെയാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. അല്ല, ഹോങ്കോങ് ആണ്. വോങ്കർ വായി ഉണ്ട്, ഡിയോയുണ്ട്, പിന്നെ കുറെ ചൈനീസ് വാർ പടങ്ങളുണ്ട്, പിന്നെ ജാപ്പനീസ് ഫിലിം മേക്കേഴ്സ് റാൻ ഉണ്ട്. പിന്നെ ഇതൊന്നും അല്ലാതെ എനിക്ക് ഈ ചൈനീസ് റെസ്റ്റോറന്റ്, ചൈനീസ് നൂഡിൽസ്, ലിസ്റ്റ് ഉണ്ടാക്കി, ചീനവല, പിന്നെ ഒരു ചീന ചട്ടി. ഇത് ചീനയായിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്ത് വരണം. ഇപ്പോൾ സുനി runs a Chinese restaurant is very much like how our film is. Our film is an Indian made Chinese noodles ആണ്. മസാലയൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത് എന്ന് വെച്ചാൽ. പക്ഷേ അറ്റ് ദ സെയിം ടൈം നമ്മൾ ഇപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഈ റെഫറൻസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു പടത്തിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇതൊരു ചൈനീസ് ബുക്കിൻ്റെ അഡാപ്റ്റേഷനാണ്. നമ്മൾ നോർമൽ പടം ചെയ്യുമ്പോഴത്തേക്കും ഇതുകൊണ്ട് അഡാപ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് അങ്ങനെയൊക്കെ ചെയ്യാൻ കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചെയ്യാതിരിക്കാൻ, പക്ഷെ ഇമേജിന്റെ ലാംഗ്വേജ് നേരത്തെ സെറ്റ് ചെയ്യപ്പെട്ടിരുന്നു. ബട്ട് ഈച്ച് ആൻഡ് എവറി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈച്ച് ആൻഡ് എവറി ഈ ഒരു റെഫറൻസ് എന്നുള്ള സംഭവത്തെക്കാളും കൂടുതൽ എനിക്ക് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫിലിം മേക്കർ ഇതിന്റെ പരിസരത്തുള്ള ഒരുപാട് സിനിമകൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ മൊമെന്റിലെ ഫ്രെയിമിങ്ങില് ഏതാ വന്നതെന്നൊന്നും അറിയണ്ടാവില്ല. പക്ഷെ അതിലൊരു കോൾ എടുക്കാം, ഇത് മതി. അപ്പൊ എനിക്കിത് പഠിച്ച് മറക്കുന്ന നല്ലതാണ്. ബൈക്കിൽ പോകുന്ന പഠിച്ച് മറക്കുന്നതിന്റെ മെയിൻ വെച്ചാൽ ബൈക്കിൽ പോകുന്നത് ഫോളൻ ഏഞ്ചൽസും ബ്രൂസ്ലിയും ടാരന്റിനോ ആണ്. 3 റെഫറൻസ് ലൈക്ക്. എന്നാൽ ഇതിന്റെ ഒന്നുമല്ല വേറൊരു അങ്ങനെ. പിന്നെ റെഫറൻസുകളൊക്കെ ഭയങ്കരമായിട്ട് രസമായത്. ഐ മീൻ നമ്മുടെ സിനിമാറ്റോഗ്രാഫർ പുള്ളി പ്ലേ ചെയ്ത റോൾ ആ ഫിലിമില് എന്ന് പറയുന്നത്, ഞാൻ പറയുക ആ ഇമേജ് അച്ചീവ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ആ ഇമേജിന്റെ ലാംഗ്വേജ് ഒരു സ്ഥലത്ത് ഒരു ചെറിയൊരു ഇൻസേർട്ട് എടുക്കുമ്പം പോലും അതിന് എന്താ ഒരു ഇൻസേർട്ട് എടുക്കുക എത്ര സമയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, അവിടെ ആ ഇൻസേർട്ടിൽ എവിടെയോ ഒരു റെഡിന്റെ ഒരു സ്ഥലമോ എന്തോ വരാനുണ്ട്. ഐ മീൻ അത്ര ഇതായിട്ട് ആ ലാംഗ്വേജിനെ ആർക്കും വിട്ടുകൊടുക്കാതെ പ്രിസർവ് ചെയ്ത് പിടിച്ചോണ്ട് ഒബ്സസ്ഡ് ആയിട്ട് പിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പം പുരുഷ പ്രദേശ സിനിമാറ്റോഗ്രാഫി ചെയ്തത് ഞാൻ പ്രയാഗാണ് കേട്ടോ. ഉഴപ്പും പ്രയാഗ് ഉഴപ്പില്ല എന്ന് വെച്ചാൽ ഞാൻ ഉഴപ്പം ഇൻസേർട്ടിൽ ഞാൻ ഉഴപ്പും ഇൻസേർട്ടിൽ ഉഴപ്പും. പിന്നെ ഒരു ലോങ് വൈഡിലൊക്കെ വന്ന് ഇത് 2 സാധനങ്ങളുടെ ഇടയിലുള്ള ബ്രിഡ്ജ് അല്ലേ. അപ്പൊ വൈഡ് വരുമ്പോഴത്തേക്ക് ആൾക്കാർക്ക് വൈഡ് കിട്ടി. അത് കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിയല്ലേ. കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ബാലൻസ് അപ്പുറം ബാലൻസ് പ്രോപ്പർ ആയിരിക്കണം, വെയിറ്റ് കറക്റ്റ് ആയിരിക്കണം, ക്യാരക്ടർ വരണം, ഫോക്കസ് ഒക്കെ വരെ പോകും. അങ്ങനെ ഇരുന്ന് അധികം മോണിറ്ററിൽ പോലും കാണില്ല. ഇതിങ്ങനെ ചിലപ്പോ ഒന്നീ ക്യാമറമാൻ്റെ അടുത്ത് കാണും. അതല്ലാതെ ഒരു പർട്ടിക്കുലർ സീൻ ഇതാക്കുമ്പോൾ ഭയങ്കര അഡ്രിനാലിനാണ്, ഭയങ്കര കയ്യിലൊരു പേപ്പർ ഉണ്ടാവും, ഫുൾ അങ്ങനെ ആയിരിക്കും. ആകെ എവിടെങ്കിലും ജസ്റ്റ് വെറുതെ ഒന്ന് ഈ ഒരു ബ്രീത്ത് എടുത്തിരിക്കുന്ന ഒരു ഇൻസേർട്ട് എടുക്കുമ്പോ അപ്പോൾ കുഴപ്പം. പക്ഷെ പ്രയാഗ് അവിടെയും കുഴപ്പമില്ല എന്ന് വെച്ചാൽ നമ്മളത് ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ നമുക്ക് തോന്നി. ആൻഡ് ദെൻ ദാറ്റ് ബിക്കംസ് വെരി ഇൻട്രസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും 100% ഇട്ടുമെന്ന് നമുക്കറിയാം. നമ്മൾ ഇട്ടില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം നമ്മൾ വേറൊരാൾ ഇടുന്ന കാണുമ്പോഴും നമുക്കറിയാം ഇയാൾ ഈ പ്രോസസ്സിൽ മുഴുവൻ. അപ്പോൾ പ്രയാഗ് അങ്ങനെ 100% ഇട്ടിട്ട് ആ ഇമേജിൻ്റെ സംഭവം. എന്നിട്ട് പ്രയാഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കൊടുത്ത
എന്തെന്നാണ് ഇതിന്റെ പേര്, ഞാൻ കൊടുത്ത മൂഡ് ബോർഡ് പോലെ നമ്മുടെ സിനിമയുടെ മൂഡ് ബോർഡ് സ്ക്രീൻഷോട്ട്, ഇത് തന്നത് ഇത് കിട്ടിയത്, ഇത് കിട്ടിയത്. അപ്പൊ വിത്ത് സോ ലെസ് റിസോഴ്സസ്, അതായത് റിസോഴ്സ് ഭയങ്കര കുറവാണ്. അത്രയും കുറച്ച് റിസോഴ്സ് വെച്ച് അയാൾ ആ ഇമേജ് അച്ചീവ് ചെയ്ത് കുറച്ച് അത്. പിന്നെ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ്. 200 ഷോർട്ട് ഫിലിംസ്, ഒരു കന്നഡ മൂവി, ഒരു കന്നഡ മൂവി, 150ഓളം ഡോക്യുമെന്ററി, പിന്നെ കളറിസ്റ്റ് ഉണ്ട്. നമ്മുടെ കളറിസ്റ്റും പ്രയാഗും കൂടി ഇരുന്നിട്ട് ഈ വിഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരുടെ ഗ്രേഡ് ഒരു 3 ദിവസം കൊണ്ട് തീർന്നു. പിന്നെയാണ് എന്നുവെച്ചാൽ ഷൂട്ട് ചെയ്ത സാധനത്തിൽ ബേസിക്കലി അവർ ഷൂട്ട് ചെയ്ത ലട്ടും അതൊക്കെ ഇടുമ്പോഴത്തേക്കും ലുക്ക് കിട്ടി. പിന്നെ ദെൻ ദേ സ്റ്റാർട്ടഡ് വർക്കിംഗ് ഫോർ 3 months. അതിന്റെ എക്സാക്ട് സാധനങ്ങൾ അവര് ഓരോ പരിപാടിയും പ്രിസൈസ്ലി പിടിച്ചു. കാൻപ്രോ എന്റെ 2 വർക്ക് നേരത്തെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ അർജുൻ, പക്ഷെ അവൻ ഭയങ്കര ഷാർപ്പ്, ഭയങ്കര കീനും, എന്താ പറയുന്നത്, ഫുള്ളസ്റ്റ് ആയിട്ട്. അപ്പാർട്ട് ഫ്രം ഈ ജോലിയുടെ തസ്തിക, ഇതിന്ന് ഭയങ്കര ഹൈ എടുക്കുന്ന ഭയങ്കര ഒരു കീൻ ഫിലിം ലവർ, ഹൈ എടുക്കും. അത് ഭയങ്കര ഫിലിം ലവർ. ലൈക്ക് ആൻഡ് ഓൾസോ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓ ബേബി അർജുന, ആ കാട് സ്ഥലങ്ങളൊക്കെ ഭയങ്കര ഭംഗിയായിട്ട് അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഗ്രീൻസും എല്ലാ ഓരോന്നിനും ഓരോ ടേസ്റ്റ് നല്ലതാണ്. നല്ല ചെയ്തതിന് ഭയങ്കര നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റ്. ഇതെല്ലാ ഫ്ലേവറിലും എന്താ പറയുന്ന അവരുദ്ദേശിച്ച ജോണറില് പ്രോപ്പറായിട്ട് നീതി പുലർത്തിയപ്പോൾ പ്രേക്ഷകൻ നന്നായി റെസ്പോണ്ട് ചെയ്തു. വിച്ച് ഇസ് ഞാൻ പറഞ്ഞ വെച്ചാൽ 2024 മാസ് പ്രേക്ഷകനാണ്. ഞാൻ ആവേശം കണ്ടിട്ടില്ല. ആവേശം ആക്ച്വലി ഞാൻ ഇച്ചിരി കണ്ടപ്പോ പൊളിപ്പടം. അപ്പൊ ഞാൻ വിചാരിച്ച് പപ്പു ഒക്കെ എല്ലാരും റിലാക്സ്ഡ് ആകുമ്പോഴത്തേക്കും ടിവിയിലൊക്കെ ഇരുന്നിട്ട് ഭയങ്കര റിലാക്സ്ഡ് ഐ എം ഗോയിങ് ടു ലവ് ദാറ്റ് ഫിലിം. അപ്പൊ ഇത് മറ്റേ മോഡാണ് ഈ പടം. ഒരു ഫുൾ എൻജോയ് കാണണം.